മുഖ്യമന്ത്രിയോടുള്ള നന്ദി പ്രകടനമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ KG പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കാണിക്കുടം പുഴയിൽ ഡാം നിർമ്മിക്കണമെന്ന് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ BJP. മുൻ DGP ജേക്കബ് തോമസ് തന്നെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. പാലപ്പള്ളി കുണ്ടായി ചക്കിപ്പറമ്പിൽ വീട്ടുകാരെ മുൾമുനയിൽ നിർത്തി കാട്ടുകൊമ്പൻ. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡുകൾക്ക് പുറകിൽ നിലയുറപ്പിച്ച ആന വാഴകൾ നശിപ്പിച്ചു. കൊമ്പഴ ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങി. എരുമപ്പെട്ടി ചിറമ്മനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥിക്കുടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. അസ്ഥിക്കുടം സ്ത്രീയുടേതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. ആചാരാനുഷ്ഠാനങ്ങളുടെ സംഗമഭൂമിയായ പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം ചൊവ്വാഴ്ച. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൊയ്ക്കുതിര വരവ് ആവേശമാണ്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടിൽ തന്റെ മൊഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരത്തിന് ഉദ്യോഗസ്ഥർ അപക്വമായി പെരുമാറിയെന്നാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ തന്റെ മൊഴിയെടുക്കാൻ വന്നവർക്ക് മൊഴി നൽകിയെങ്കിലും ഇക്കാര്യം റിപ്പോർട്ടിൽ വന്നിട്ടില്ല. റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എയിംസ് വന്നിരിക്കുമെന്നും എയിംസിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ വരില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സുരേഷ് ഗോപി പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിലേക്ക് തള്ളപ്പെട്ടിരുന്ന തേങ്ങയുടെ മൂല്യം എന്തെന്ന് നരേന്ദ്രമോദിക്കും നിർമ്മലാ സീതാരാമനും മനസ്സിലായെന്നും അവർ വിശദീകരിച്ചപ്പോൾ തങ്ങൾക്കും അത് മനസ്സിലായി. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായാലും ഇവിടുത്തെ പിന്തിരിപ്പൻ രാഷ്ട്രീയക്കാർക്ക് അത് മനസ്സിലാകില്ലെന്നും കേരളത്തിന്റെ മണ്ണിൽ വിളയുന്ന തേങ്ങയുടെ ഉൾക്കരുത്ത് ലോകത്ത് വേറെ എവിടെയും ഇല്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ വർഷം പൂരം മര്യാദയ്ക്ക് നടത്തണം എന്ന് മുഖ്യമന്ത്രി ആർജവത്തോടെ ആഗ്രഹിച്ച് വിളിച്ചു കൂട്ടിയ ഫെബ്രുവരി മാസത്തിലാണെന്നാണ്. ജനുവരി അവസാനം ഫെബ്രുവരിയാണ്. ആദ്യത്തെ അവലോകന യോഗമുണ്ടായിരുന്നു. ഓൺലൈനായിരുന്നു. ഞാൻ അവലോകന യോഗത്തിൽ പങ്കെടുത്തതിൻ്റെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ 5 വരികളിൽ ഒരു വരി ഇത് എന്നോട് മൊഴിയെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞതാണ്. അത് പക്ഷേ റിപ്പോർട്ടിൽ എവിടെയും നിഴലിച്ചു പോലും കണ്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളാണ്. കഴിഞ്ഞ വർഷം പൂരം നടത്തി ഒരു അഹിതങ്ങളും സംഭവിക്കാതെ, വാചകങ്ങൾ ഇതല്ല കേട്ടോ, സംഭവിക്കാതെ ജനങ്ങൾക്ക് സന്തോഷം പകരേണ്ട നടത്തിപ്പ് ചില ഉദ്യോഗസ്ഥരുടെ അപക്വമായ നടപടിക്രമങ്ങളിലൂടെ അലങ്കോലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഈ തവണ അതുണ്ടാവാൻ പാടില്ല. ഇതാദ്യത്തെ യോഗം. പൂരത്തിന് മുമ്പ് ഇതുപോലെ അനേകം യോഗങ്ങൾ നമ്മൾ ചേരും. നല്ല ഭംഗിയായി ഈ തവണത്തെ പൂരം നടത്താനുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫിക്കസി വർദ്ധിപ്പിക്കുന്ന ചർച്ചകളിലായിരിക്കും നമ്മൾ ഇനി മുഴുകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ ഈ ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ട് എങ്ങനെയാ ശരിയാവുന്നത്? തൃശൂർ പൂരം കൽക്കൽ അന്വേഷണ റിപ്പോർട്ടിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയോടുള്ള നന്ദി പ്രകടനമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. BJP CPM അന്തർധാരയ്ക്ക് ഇതിൽ കൂടുതൽ തെളിവ് വേണ്ട. പൂരം അലങ്കോലപ്പെട്ടത് ദേവസ്വത്തിന്റെ തലയിൽ വെച്ചൊഴിയാൻ നോക്കുന്നു. എന്നാൽ ഇത് ADGP MR അജിത് കുമാറിനെ വെച്ച് മുഖ്യമന്ത്രി BJPക്ക് ചെയ്തു കൊടുത്ത സഹായമാണ്. ഇതിലൂടെ വിശ്വാസികളിൽ വലിയ മുറിവ് സംഭവിച്ചു. ഇങ്ങനെ കുളം കലക്കിയാണ് BJP മീൻ പിടിച്ചത്. ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ബഹുമാന്യനായ തൃശൂർ MP സുരേഷ് ഗോപി ഇന്ന് നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM വിജയിപ്പിച്ചതിനുള്ള നന്ദി സൂചകമായുള്ള പ്രസ്താവനയാണ്. നിങ്ങളാരും മുഖ്യമന്ത്രിയെ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ തനിക്ക് തന്റെ വിജയത്തിനെ അന്ന് കളമൊരുക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള നന്ദി സൂചകമായി ഉള്ള പ്രസ്താവന മാത്രമായിട്ടാണ് കണക്കാക്കുവാൻ സാധിക്കുക. ഇതിലൂടെ അന്നത്തെ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് CPM BJPയുടെ ഒരു ബായ് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന്
ഉള്ള കാര്യത്തിനെ ഇനി ഇതിൽ വിട്ട് തെളിവ് വേണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ച്, തൃശ്ശൂരിലെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചൊക്കെ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള താല്പര്യം. തൃശൂർ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ യോഗം ചേർന്നു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, കൗൺസിലർമാർ, കൊച്ചിൻ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ KG പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. താണിക്കുടം പുഴയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ പഠനം നടത്തിയാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. വെള്ളക്കെട്ട് പ്രശ്നപരിഹാരത്തിനും കുടിവെള്ളത്തിനും ജലസേചനത്തിനുമായി താണിക്കുടം പുഴയിൽ ഡാം ആവശ്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സമ്പന്നമായ ജൈവസമ്പത്തും 72 തരം മത്സ്യസമ്പത്തുമുള്ള താണിക്കുടം പുഴ നഗരത്തിലെത്തിയാൽ മലിനമായാണ് ഒഴുകുന്നത്. കയ്യേറ്റങ്ങളും വലിയ കുഴലുകളും കേബിളുകളും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ബാലൻസിംഗ് കനാൽ നിർമ്മിച്ച് നീരൊഴുക്ക് സുഗമമാക്കണം. ഏനമാവ് ഇടിയഞ്ചിറ റെഗുലേറ്ററുകൾ ഓട്ടോമാറ്റിക് ആക്കണം. ചേറ്റുവയിൽ കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച് ജൈവ കവചം നിർമ്മിക്കണം. തൃശൂർ നഗരത്തെ സ്പോഞ്ച് സിറ്റി ആക്കാനുള്ള നടപടി വേണം. അനാവശ്യമായ പാലങ്ങളും നിർമ്മിതികളും വെള്ളക്കെട്ടിന് കാരണമാകുന്നു. അതെല്ലാം നീക്കണം. കുണ്ടുവാറത്തോടും ഗിരിജത്തോടും കോർപ്പറേഷൻ കനാലും പരസ്പരം ബന്ധിപ്പിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാനായി റിപ്പോർട്ടിന്റെ കോപ്പി കളക്ടറെ ഏൽപ്പിച്ചെന്ന് സുരേഷ് ഗോപി അറിയിച്ചു. ഇതിന് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് പ്രതിഷേധ പദയാത്ര നടത്തും. മന്ത്രി K രാജനെ മാത്രമേ ഇത്തിരി മൂല്യമുള്ളതായിട്ട് കാണാനുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഈ അടുത്ത ഒരാഴ്ച കൊണ്ട് മേയറും ബഹുമാന്യനായ കളക്ടറും കേരള സർക്കാരിന്റെ മുമ്പിൽ വെച്ച് തൃശ്ശൂരിന്റെ ചുമതലയുള്ള രാജൻ മന്ത്രി, ഞാൻ അദ്ദേഹത്തെ മാത്രമേ ഒരു ഇത്തിരി മൂല്യമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുള്ളൂ. അദ്ദേഹവും ചേർന്ന് ഇതാണ്, അല്ലെങ്കിൽ ഇതൊട്ടുമേ അല്ല ഇതിന് പറ്റിയത്, ഞങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്ന് പറഞ്ഞ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പോട്ട് വന്നില്ലെങ്കിൽ ജനങ്ങൾ നയിക്കുന്ന, ഞാൻ പിൻനിരയിൽ പങ്കെടുക്കുന്ന ഒരു പങ്കാളിയായി, മന്ത്രിയായിട്ടല്ല, എനിക്കതിന് അവകാശമില്ല, ഒരു MP ആയിട്ടുമല്ല, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തൃശ്ശൂരിനോട് ഗ്രാറ്റിറ്റ്യൂഡുള്ള, സമർപ്പണ ബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പങ്കെടുക്കുന്ന ഒരു പദയാത്രയിലേക്ക് നിങ്ങൾ ഇതിനെ വലിച്ചഴക്കുകയായിരിക്കും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ, ജേക്കബ് തോമസ്, BJP കൗൺസിലർമാർ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ BJP. മുൻ DGP ജേക്കബ് തോമസ് തന്നെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന. മുൻ DGPയും BJP സഹയാത്രികനുമായ ജേക്കബ് തോമസ്
സമീപ നാളുകളിൽ തൃശൂരിൽ സജീവമാണ്. തിങ്കളാഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്ത യോഗത്തിൽ മുഴുവൻ സമയവും ജേക്കബ് തോമസ് ഒപ്പമുണ്ടായിരുന്നു. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ജേക്കബ് തോമസ് തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം സജീവമാക്കിയത്. തൃശൂരിലെ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. സീറോ മലബാർ സഭ അംഗമാണ് ജേക്കബ് തോമസ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജേക്കബ് തോമസ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് മത്സരിച്ചിരുന്നു. പൊതുസമ്മതനായ ജേക്കബ് തോമസിനെ നിർത്തിയാൽ മികച്ച നേട്ടം കൊയ്യാമെന്നാണ് BJP കണക്കുകൂട്ടൽ. നേരത്തെ പത്മജ വേണുഗോപാലിന്റെയും MT രമേശിന്റെയും പേരുകൾ തൃശൂർ മണ്ഡലത്തിൽ പരിഗണിച്ചിരുന്നു. TCV തൃശൂർ. പാലപ്പള്ളി കുണ്ടായി ചക്കിപ്പറമ്പിൽ വീട്ടുകാരെ മുൾമുനയിൽ നിർത്തി കാട്ടുകൊമ്പൻ. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡിയിലാണ് കാട്ടാന ഇറങ്ങി ഭീതി പരത്തിയത്. 1 മണിക്കൂറിലേറെ പാഡികൾക്ക് പുറകിൽ നിലയുറപ്പിച്ച ആന വാഴകൾ നശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് ആന പാടിയിലെത്തിയത്. 4 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ആന ഇറങ്ങിയതറിഞ്ഞ് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. ഏതു സമയത്തും ആന വീടിന് നേരെ തിരിയുമെന്ന ആശങ്കയിലായ വീട്ടുകാർ സമീപത്തെ തോട്ടത്തിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. ഇതിനിടെ പാട്ടകുട്ടിയും തീയിട്ടും ആനയെ അകറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പാടിയുടെ 5 മീറ്റർ മാത്രം അകലെ നിന്ന ആന പറമ്പിലെ വാഴകൾ ഒന്നൊന്നായി അകത്താക്കി. ഇതിനിടെ വീട്ടുകാർ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആനയുടെ ദൃശ്യങ്ങൾ പകർത്തി വനംവകുപ്പ് അധികൃതർക്ക് അയച്ചുകൊടുത്തു. പിന്നീട് പാലപ്പള്ളിയിൽ നിന്ന് വനപാലകരെത്തിയാണ് ആനയെ കാടുകയറ്റിയത്. 1 മണിക്കൂറിലേറെ വീട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കൊമ്പൻ വീണ്ടും എത്തുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ പ്രദേശത്ത് സോളാർ വേലി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി വനംവകുപ്പ് അറിയിച്ചു. 14 കിലോമീറ്ററാണ് സോളാർ വേലി സ്ഥാപിക്കുന്നത്. എന്നാൽ വനംവകുപ്പ് സ്ഥാപിക്കുന്ന സോളാർ വേലി നാട്ടുകാർക്ക് ഉപയോഗപ്രദമാകില്ലെന്നും പൂർണ്ണമായും വനാതിർത്തികൾ അടച്ച് വേലി നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. കൊമ്പഴയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വീടുകളുടെ സമീപം വരെ കാട്ടാന ഇറങ്ങിയത് പരിഭ്രാന്തി പരത്തി. കാട്ടാന ശല്യം തടയാൻ വനാതിർത്തിയിൽ സ്ഥാപിച്ച ഫെൻസിംഗിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏതാനും ദിവസം മുൻപ് പീച്ചി മയിലാട്ടുംപാറയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചിരുന്നു. എരുമപ്പെട്ടി ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അസ്ഥികൂടം സ്ത്രീയുടേതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. ചിറമനങ്ങാട് നെല്ലിക്കുന്ന് പാടശേഖരത്തിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ പുറകിലത്തെ വരാന്തയിലാണ് കുഴിച്ചിട്ട നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. 3 വർഷം മുൻപാണ് വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നത്. ആലപ്പുഴയിലുള്ള സ്ത്രീകളടക്കമുള്ള ഒരു കുടുംബവും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇവിടെ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വീടുമായി നാട്ടുകാർക്ക് അടുപ്പമുണ്ടായിരുന്നില്ല. അടഞ്ഞുകിടന്നിരുന്ന വീട് പഴയ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും 2 വർഷം മുൻപ് മറ്റൊരാൾ വാങ്ങിയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഓടിട്ട വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ്. ഇന്നലെ വൈകിട്ട് വീടിന്റെ പുറകിലെ ചായ്പിൽ അടുപ്പ് നിന്നിരുന്ന ഭാഗത്ത് നിലം പൊളിക്കുന്നതിനിടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. തുണികളിലും പായയിലും പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. അസ്ഥികളോടൊപ്പം തുണികളുടെയും പായയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തിരിച്ചറിയാതിരിക്കാൻ മൃതദേഹം കുഴിച്ചിട്ടതിനു ശേഷം കുഴി മൂടി സിമന്റ് തേച്ചിരിക്കുകയായിരുന്നു. കുന്നംകുളം ACP CR സന്തോഷിന്റെയും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ആചാരാനുഷ്ഠാനങ്ങളുടെ സംഗമ ഭൂമിയായ പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം ചൊവ്വാഴ്ച. ഉച്ചയ്ക്ക് 12:30 കുംഭം കുടങ്ങളുടെ അകമ്പടിയോടെ തട്ടകക്കുതിരകളുടെ എഴുന്നള്ളിപ്പോടുകൂടി ഇത്തവണത്തെ മാമാങ്കത്തിന് തുടക്കമാകും. തെക്കുംകര ദേശമാണ് ഇക്കുറി മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത്. ഉച്ചയ്ക്ക് 1:30 മാമാങ്കത്തിന് എഴുന്നള്ളിപ്പ് തട്ടകങ്ങളായ വിരുപ്പാക്ക, മണലിത്തറ, കരുമത്ര, പാറളിക്കാട്, മംഗലം എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് കുതിരകൾ കുമരംകിണറ്റിങ്കര ക്ഷേത്രത്തിനു സമീപം വീണകണ്ഠത്തിൽ എത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് 2:30 പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെ ഭഗവതി കുതിരയ്ക്ക് ഒപ്പം ദേശകുതിരകളെ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. മാമാങ്കത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2:30 തിരുവാണിക്കാവ് ക്ഷേത്രസന്നിധിയിൽ കുനിശ്ശേരി അനിയന്മാരാരുടെയും കുനിശ്ശേരി ചന്ദ്രന്റെയും നേതൃത്വത്തിൽ പഞ്ചവാദ്യം നടക്കും. തുടർന്ന് 4:15 കല്ലൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ മേളം നടക്കും. വൈകിട്ട് 5:30 മാമാങ്കത്തിന്റെ പ്രധാന ആകർഷണമായ എഴുന്നള്ളിപ്പ് കുതിരകൾ ക്ഷേത്രം വലം വെച്ചുള്ള ആവേശകരമായ കുതിരകളി നടക്കും. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് ഉയരത്തിലുള്ള പന്തലിൽ കുതിരകളെ ഉയർത്തിയെറിഞ്ഞ് മുട്ടിക്കുന്ന കാഴ്ച ആവേശം പകരും. തുടർന്ന് പൂതൻതിറ, ഹരിജൻ വേല എന്നിവ നടക്കും. രാത്രി 8 പ്രശസ്ത പിന്നണി ഗായകൻ വിജയ് യേശുദാസ് നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് നടക്കും. രാത്രി 11 സദനം രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ തായമ്പക നടക്കും.
TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വിവാദങ്ങൾക്കിടെ സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധി നീട്ടി. കെ സച്ചിദാനന്ദൻ പ്രസിഡന്റായ ഭരണസമിതിയുടെ കാലാവധിയാണ് നീട്ടിയത്. മെയ് 31 വരെയാണ് കാലാവധി നീട്ടി സർക്കാർ ഉത്തരവിറക്കിയത്. മാർച്ച് 31 വരെയായിരുന്നു നിലവിൽ കാലാവധി ഉണ്ടായിരുന്നത്. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകണമെന്ന അഭിപ്രായം സച്ചിദാനന്ദൻ പ്രകടിപ്പിച്ചത് രാഷ്ട്രീയ വിവാദമായിരുന്നു. വെള്ളർക്കാട് ആദൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാനിന് തീപിടിച്ചു. ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ ദുരന്തം ഒഴിവായി. ആദൂർ മദ്രസ പള്ളിക്കടുത്ത് വെച്ചാണ് ഓട്ടുപാറ സ്വദേശി കേളംപുലാക്കൽ കുഞ്ഞുമോന്റെ ഒമിനി വാനിന് തീപിടിച്ചത്. കർട്ടൻ ബിസിനസ് നടത്തുന്ന വാഹനമായിരുന്നു. കാറിൽ ഡ്രൈവർ കുഞ്ഞുമോനെ കൂടാതെ 4 പേർ കൂടി ഉണ്ടായിരുന്നു. സംഭവ സമയത്ത് കുഞ്ഞുമോനൊഴികെ മറ്റുള്ളവർ പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു. ഒതുക്കി നിർത്താനായി വാൻ പതുക്കെയാണ് ഓടിച്ചിരുന്നത്. ഈ സമയത്ത് വാഹനത്തിന്റെ അടിയിൽ നിന്ന് തീ വരുന്നത് കണ്ട് ഡ്രൈവർ കുഞ്ഞുമോൻ ഇറങ്ങി ഓടി. ഉടൻ തന്നെ സമീപത്തെ വീട്ടിൽ നിന്നും നാട്ടുകാരുടെ സഹായത്താൽ മോട്ടോർ അടിച്ച് വെള്ളമൊഴിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ മുൻ ജില്ലാ കളക്ടർ ഡോക്ടർ VK ബേബി ഉദ്ഘാടനം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീന ചന്ദ്രൻ, കരോളി ജോഷ, മെഫി ഡെൽസൺ, TR സന്തോഷ്, K ഗോപാലകൃഷ്ണൻ, ജേക്കബ് പുലിക്കോട്ടിൽ, പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, BJP പാർലമെന്ററി പാർട്ടി നേതാവ് രഘുനാഥ് സി മേനോൻ, കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പെരുമ്പിലാവിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തിൽ അൻസാർ ആശുപത്രിയിലും സ്കൂളിലും AC മൊയ്തീൻ MLA സന്ദർശനം നടത്തി. അൻസാർ ആശുപത്രിക്ക് പുറമെ കുന്നംകുളം, ചങ്ങരംകുളം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും ചികിത്സ തേടി വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. സ്കൂളിലെ കിണറിലെ വെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സ്കൂളിലെ കിണർ വെള്ളം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. നിരവധി ആളുകളെ വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ചിലർ ഔട്ട് പേഷ്യൻ്റായി പരിശോധന നടത്തി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൻസാറിൻ്റെ തന്നെ ഒരു സഹോദര സ്ഥാപനമായ ആശുപത്രിയിൽ അൻസാർ ഹോസ്പിറ്റലിൽ 22 കുട്ടികളുണ്ട്. ഇന്ന് രാവിലെയും ചിലർ വരുന്നുണ്ട്. മുൻപ് ചെറിയ കുട്ടികൾക്കാണ് ഇത് കണ്ടിരുന്നതെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കൂടുതൽ കുട്ടികൾക്ക് ഇത് കണ്ടിരുന്നു. വയറുവേദന, ഛർദി, പനി, പിന്നെ ലൂസ് മോഷൻ, ഇതാണ് ഈ കുട്ടികളുടെ പൊതുവായ ലക്ഷണം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരിടവേളയ്ക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വാട്സാപ്പ് വഴി തട്ടിപ്പ്. ജാഗ്രത പുലർത്തണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ mparivahan.apk എന്ന ലിങ്കിൽ നിന്നാണ് വാട്സപ്പ് സന്ദേശം വരുന്നത്. വാഹനത്തിന്റെ നമ്പറും ഇതോടൊപ്പം ഉണ്ടാകും. ഗതാഗത നിയമലംഘനം കണ്ടെത്തിയതായും ഇതോടൊപ്പമുള്ള ഫയൽ തുറന്ന് പിഴയടയ്ക്കണമെന്നുമാണ് സന്ദേശം. ഈ ലിങ്കിൽ പ്രവേശിച്ച പലർക്കും പണം നഷ്ടപ്പെട്ടു. മൊബൈൽ നമ്പർ ഉപയോഗിച്ചുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടപ്പെടുന്നത്. ഇത്തരം തട്ടിപ്പിൽപ്പെടരുതെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പരിവാഹൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് മാത്രമേ വാഹന നമ്പർ സഹിതം നിയമലംഘന അറിയിപ്പുകൾ വരികയുള്ളൂ. മാത്രമല്ല ഇത് SMS സന്ദേശമായാണ് വരിക. വാട്സപ്പ് വഴി സന്ദേശം നൽകുന്ന രീതി മോട്ടോർ വാഹന വകുപ്പിനില്ല. APK ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതോടെ ഫോൺ തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാകും. ഫോണിലെ ഗൂഗിൾ പേ, ഫോൺ പേ ആപ്പുകളും ബാങ്കുകളുടെ ആപ്പുകളും തട്ടിപ്പ് സംഘം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും.
ഫോണിന്റെയും ആപ്പുകളുടെയും പാസ്വേഡുകൾ ഇവർ കണ്ടെത്തും. ഫോൺ സജീവമായിരിക്കുന്ന സമയത്ത് തട്ടിപ്പുകാർ ഇടപെടില്ല. രാത്രിയിലാണ് ഭൂരിഭാഗം തട്ടിപ്പും നടക്കുന്നത്. TCV തൃശൂർ. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പിന് തുടക്കമായി. യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചതിന്റെയും പ്രാർത്ഥിച്ചതിന്റെയും സ്മരണ പുതുക്കിയാണ് നോമ്പ് ആചരിക്കുന്നത്. നോമ്പാചരണത്തിന് തുടക്കം കുറിച്ച് വിഭൂതി തിരുനാൾ ആചരിച്ചു. അനുതാപത്തിന്റെയും പാപപരിഹാരത്തിന്റെയും പ്രതീകമായി വിശ്വാസികൾ നെറ്റിയിൽ ചാരം പൂശി. മത്സ്യമാംസങ്ങൾ വർജിച്ച് പ്രാർത്ഥനയും ധ്യാനവും ദാനധർമ്മവും നടത്തുന്ന ദിനങ്ങളാണ് ഇനിയുള്ള 50 നാളുകൾ. ഈസ്റ്ററോടെ നോൻപിന് പരിസമാപ്തിയാകും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, തൃശൂർ വ്യാകുലമാതാ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലത്തീൻ സഭാ വിശ്വാസികൾ ബുധനാഴ്ചയാണ് വിഭൂതി തിരുനാൾ ആചരിക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അനിശ്ചിതകാല OP ബഹിഷ്കരിച്ച് സമരം തുടങ്ങി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGMCTയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഫെബ്രുവരി 2-ന് സർക്കാരുമായുള്ള ചർച്ചയെ തുടർന്ന് ഡോക്ടർമാർ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കുന്നില്ലെന്നാരോപിച്ചാണ് സമരം ശക്തമാക്കാൻ ഡോക്ടർമാരുടെ സംഘടന തീരുമാനിച്ചത്. അനിശ്ചിതകാലത്തേക്ക് അധ്യാപന ബഹിഷ്കരണവും ആരംഭിച്ചു. അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഈ മാസം 19 മുതൽ അനിശ്ചിതകാലത്തേക്ക് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കാനാണ് KGMCTയുടെ തീരുമാനം. കോലടിയിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെളപ്പായ സ്വദേശി കോലത്ത് വീട്ടിൽ ശങ്കരൻ നായർ മകൻ 62 വയസ്സുള്ള കുട്ടപ്പനാണ് മരിച്ചത്. അപകടം നടന്നയുടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലക്കുടി പുഴയുടെ ആറാട്ടുകടവിൽ ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. പുലർച്ചെ മുതൽ ആരംഭിച്ച ചടങ്ങുകൾ രാവിലെ 11 മണിവരെ നീണ്ടു. പടവുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു വിവിധ ക്ഷേത്രങ്ങളിലെ ശാന്തിമാരുടെ കാർമ്മികത്വത്തിൽ ബലിതർപ്പണം. പിതൃക്കൾക്ക് ശ്രാദ്ധാഞ്ജലി അർപ്പിച്ച വിശ്വാസികൾ പിണ്ടം പുഴയിൽ ഒഴുക്കി. കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രത്തിലും പിതൃബലി അർപ്പണം നടന്നു. ശിവരാത്രിയോടനുബന്ധിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വിളക്കാചാരം നടന്നു. തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന 10 ഘടക ക്ഷേത്രങ്ങളും വടക്കുന്നാഥ സന്നിധിയിലെത്തി. അശോകേശ്വരം തേവരുടെ നെടുനായകത്വത്തിലായിരുന്നു ദേവസംഗമം. തൃപ്രയാർ രമേശൻ നായരുടെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യവും കിഴക്കൂട്ട് അനിയൻ മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും അകമ്പടിയായി. ബാംഗ്ലൂർ സൈക്ലിംഗ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുൾ എവറസ്റ്റിംഗ് ചലഞ്ച് സൈക്ലിംഗ് മത്സരത്തിൽ അപൂർവ നേട്ടം സ്വന്തമാക്കി ആലപ്പാട് സ്വദേശിയായ യുവാവ്. ജോലി സംബന്ധമായി മൈസൂരിൽ താമസിക്കുന്ന സിവീജാണ് നേട്ടം സ്വന്തമാക്കിയത്. കഴിഞ്ഞ മാസം ജിഗനയിൽ സംഘടിപ്പിച്ച എവറസ്റ്റ് സൈക്ലിംഗ് മത്സരത്തിൽ 1.1 കിലോമീറ്റർ ഉയരമുള്ള മലയിലേക്ക് 141 തവണ സൈക്കിൾ കയറ്റിയാണ് സിവീജ് ലക്ഷ്യം നേടിയത്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരത്തിന് സമാനമായ 8848 മീറ്റർ ഉയരമാണ് സിവീജ് 33 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കിയത്. റോഡ് ബൈക്ക് സൈക്കിളാണ് സിവീജ് മത്സരത്തിനായി ഉപയോഗിച്ചത്. 2023 ഫ്രാൻസിൽ നടന്ന ബ്രസ്റ്റ് പാരീസ് മത്സരത്തിൽ 1200 കിലോമീറ്ററും 2024 തായ്ലാന്റിൽ നടന്ന മത്സരത്തിൽ 2024 കിലോമീറ്ററും സിവീജ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ചാമുണ്ടി ഹിൽസിലേക്കും കുടകിലേക്കും നടത്തിയ സൈക്കിൾ സവാരികൾ പിന്നീട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സിവീജിന് പ്രചോദനമായിട്ടുണ്ട്. മൈസൂരിലെ റിസർവ് ബാങ്ക് നിയന്ത്രണത്തിലുള്ള നോട്ട് മുദ്രൺ പ്രസ്സിലെ ജീവനക്കാരനാണ് ആലപ്പാട് കൊടപ്പള്ളി കുടുംബാംഗമായ സിവീജ്. എറണാകുളം തേവര സ്വദേശിനി ഭാര്യ ഷാനിയും വിദ്യാർത്ഥിയായ മകൻ അർജുനും ഓട്ടത്തിൽ മികവ് തെളിയിച്ചവരാണ്. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ആർച്ചയ്ക്ക് സൈക്കിൾ റേസിംഗിനോടാണ് ഇഷ്ടം. സിവീജും ഷാനിയും അർജുനും ഡിസംബറിൽ തുമക്കുരുവിൽ നടന്ന 50 കിലോമീറ്റർ അൾട്രാ റൺ പൂർത്തിയാക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. ജൂൺ മാസത്തിൽ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന 1200 കിലോമീറ്റർ സൈക്കിൾ റേസിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് സിവീജ് ഇപ്പോൾ. TCV തൃശൂർ. കേരളത്തിൽ സ്വർണം വെള്ളി വില ഇടിഞ്ഞു. സ്വർണം ഗ്രാമിന് 120 രൂപ കുറഞ്ഞ്
14,340 രൂപയിലെത്തി. പവന് 960 രൂപ ഇടിഞ്ഞ് 1,14,720 രൂപയിലുമെത്തി. രാജ്യാന്തര വിപണിയിലെ ട്രെൻഡ് തുടർന്നാൽ കേരളത്തിൽ ഇനിയും സ്വർണ്ണവില മാറാൻ സാധ്യതയുണ്ട്. അകമല വളവിൽ മിനി ലോറി മറിഞ്ഞ് 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനി ലോറിയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഹൈവേ പോലീസ് സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കേരള കരാത്തെ അസോസിയേഷൻ സംഘടിപ്പിച്ച 46ാമത് സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പ് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. 14 ജില്ലകളിൽ നിന്നായി 1200ഓളം കായിക താരങ്ങളാണ് സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി മത്സരിച്ചത്. വിജയികൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് C. സുമേഷ് സമ്മാന വിതരണം നടത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ കുഞ്ഞിന്റെ സ്വർണ്ണ പാദസരം കവർന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടപ്പടി തൈക്കാട്ടിൽ വിജയനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SHO G. അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഒരുമനയൂർ സ്വദേശി മങ്ങന്തറ ബിഷാജിയുടെ 4 വയസ്സുള്ള മകൾ ഇഷാൻവിയുടെ 6 ഗ്രാം തൂക്കം വരുന്ന പാദസരമാണ് പ്രതി പൊട്ടിച്ചെടുത്തത്. ക്ഷേത്രത്തിനകത്തെ CCTV ദൃശ്യം പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത്. ഇനി വാണിജ്യം. ഗാമ അബാക്കസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ഗാമ അബാക്കസ് ദേശീയ മത്സരം ആവേശമായി. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 5 മുതൽ 15 വയസ്സ് വരെയുള്ള വിവിധ വിഭാഗങ്ങളിലായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 3000-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. കുട്ടികളുടെ ബുദ്ധികൗശലവും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നതിന് നിറഞ്ഞുകവിഞ്ഞ മത്സരവേദി സാക്ഷിയായി. പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, വിദ്യാഭ്യാസ, സാമൂഹിക, ബിസിനസ് മേഖലകളിലെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ടും പരിപാടി ശ്രദ്ധേയമായി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ഭൗതിക വികസനത്തിന് ഗാമ അബാക്കസ് നൽകുന്ന സംഭാവന വലുതാണെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. ഗാമ അബാക്കസ് CEO ഡോക്ടർ K. നകുലനാഥൻ അധ്യക്ഷത വഹിച്ചു. 25 വർഷത്തിലേറെ നീണ്ട ഗാമ അബാക്കസിന്റെ അക്കാദമിക് പാരമ്പര്യവും പരിശീലന രീതികളുടെ ശാസ്ത്രീയതയും അദ്ദേഹം വിശദീകരിച്ചു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് CEO രാജേഷ് പാറശ്ശേരി മുഖ്യാതിഥിയായി. മത്സരത്തിൽ മികവ് തെളിയിച്ച 200 വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും 600 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും മെഡലുകളും പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മത്സരങ്ങളുടെ കൃത്യതയും സംഘാടന മികവുകൊണ്ടും ഗാമ അബാക്കസ് വേദി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ഗാമ അബാക്കസിന്റെ 8 ലെവലുകളും വിജയകരമായി പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ബിരുദദാന ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും വിതരണം ചെയ്തു. തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ റമദാനെ വരവേൽക്കാൻ വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി റമദാൻ കരീം. ഈ മാസം 18 മുതൽ 23 വരെയാണ് നെസ്റ്റോയിൽ ഉപഭോക്താക്കൾക്കായി റമദാൻ കരീം ഒരുക്കുന്നത്. തകർപ്പൻ ഓഫറുകളുമായി ഷോപ്പിംഗിൽ വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് പുഴയ്ക്കലിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഈ മാസം 18 മുതൽ 23 വരെയുള്ള റമദാൻ കരീം റമദാൻ എസൻഷ്യൽസ് പ്രീ പാക്ഡ് കിറ്റുകൾ കൊണ്ട് സവിശേഷമാണ്. 999 രൂപ വിലയുള്ള റംസാൻ പ്രീമിയം കിറ്റിൽ 16 ഇനങ്ങളും 799 രൂപ വിലയുള്ള റംസാൻ ക്ലാസിക് കിറ്റിൽ 12 ഇനങ്ങളുമാണുള്ളത്. കൂടാതെ ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം മിതമായ നിരക്കിൽ റമദാൻ കിറ്റുകൾ ഒരുക്കി നൽകുന്നുമുണ്ട്. 750 ml റൂഹ അഫ്സ സർബത്ത് 149 രൂപ, പവൻ ഗോൾഡ് വെളിച്ചെണ്ണ 900 ml 229 രൂപ, എലൈറ അരിപ്പൊടി 5 കിലോ 199 രൂപ, അമൂൽ പശുവിൻ നെയ്യ് 500 ml ജാർ 299 രൂപ, നന്മാർ റോസ്റ്റഡ് റവ 1 കിലോ 99 രൂപ, മിൽക്കി മാസ്റ്റ് പ്രോബയോട്ടിക് തൈര് 1 കിലോ 89 രൂപ, അഡോർ ലിക്വിഡ് ഡിറ്റർജന്റ് 5 കിലോ 239 രൂപ, സൺപ്ലസ് ഡിറ്റർജന്റ് പൗഡർ 6 കിലോ 289 രൂപ, സുക്രി ഡേറ്റ്സ് 500 ഗ്രാം 159 രൂപ, നെസ്റ്റോ ഡ്രീം കേക്ക് 400 ഗ്രാം 179 രൂപ, ബാഡ്മിന്റൺ റാക്കറ്റ്
ബൈ 1 ഗെറ്റ് 1 299 രൂപ. മട്ടൺ കറി കട്ട്സ് 1 കിലോ 659 രൂപ. തലശ്ശേരി ചിക്കൻ ബിരിയാണി 400 ഗ്രാം 109 രൂപ. 55 ഇഞ്ച് 4K UHD ഗൂഗിൾ TV 23,499 രൂപ. ബട്ടർഫ്ലൈ കോമ ഡീലക്സ് KCP3 1799 രൂപ. ടഫക്സ് ഹോംസ് ബിരിയാണി പോട്ട് 8 ലിറ്റർ 999 രൂപ. തുടങ്ങിയ ഓഫറുകൾക്ക് പുറമെ നവീന ഫാഷനുകളിലുള്ള വൈവിധ്യമാർന്ന വസ്ത്രശേഖരം, നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസ്, ഗൃഹോപകരണങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും വൻ വിലക്കുറവിൽ നെസ്റ്റോ റമദാൻ കരീമിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,340, പവന് 1,14,720. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടിൽ തന്റെ മൊഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയോടുള്ള നന്ദി പ്രകടനമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ KG പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. താണിക്കുടം പുഴയിൽ ഡാം നിർമ്മിക്കണമെന്ന് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ BJP. മുൻ DGP ജേക്കബ് തോമസ് തന്നെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. പാലപ്പള്ളി കുണ്ടായി ചക്കിപ്പറമ്പിൽ വീട്ടുകാരെ മുൾമുനയിൽ നിർത്തി കാട്ടുകൊമ്പൻ. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡുകൾക്ക് പുറകിൽ നിലയുറപ്പിച്ച ആന വാഴകൾ നശിപ്പിച്ചു. കൊമ്പഴ ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങി. എരുമപ്പെട്ടി ചിറമ്പനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥിക്കുടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. അസ്ഥിക്കുടം സ്ത്രീയുടേതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. ആചാരാനുഷ്ഠാനങ്ങളുടെ സംഗമഭൂമിയായ പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം ചൊവ്വാഴ്ച. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൊയ്ക്കുതിര വരവ് ആവേശമാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.